നമ്മുടെ എല്ലാവരുടെയും എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് എപ്പോഴാണോ, ചമക്ക് തുझ് സേ പാതേ ഹേ സബ് പാനെ വാലേ മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമാക്കുന്ന പുണ്യപ്രവാചകരെ, എന്റെ ഉള്ളിടം ഒന്ന് തെളിച്ചം നൽകണമേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നേക്കാൾ ഞാൻ എപ്പോഴാണോ സ്നേഹിക്കുന്നത്, അപ്പോഴാണ് മേ മൂമിൻ ബൻ ഗയാ, അപ്പോഴാണ് ഞാൻ ശരിക്കൊരു വിശ്വാസിയാകുന്നത്. അതിന്റെ അർത്ഥം ആശിഖുർ റസൂൽ എന്ന് പേരെഴുതി വെക്കാനല്ല, സലാത്ത് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്താലായി എന്നല്ല. അതെപ്പോഴാ ശരിയാവുക? എന്റെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യവും രണ്ട് വഴിക്കാകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം തെരഞ്ഞെടുക്കുമ്പോഴാണ് എന്നേക്കാൾ മുത്തുനബി എനിക്ക് ഇഷ്ടമുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിവാഹം വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി ഏത് കുപ്പായമാണ് ഇടുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രീക്കന്മാര്, പുതിയ ചെറുക്കന്മാര് കല്യാണത്തിനിട്ട കുപ്പായങ്ങളുണ്ട്, വേഷങ്ങളുണ്ട്, യൂണിഫോമുകളുണ്ട്. അതാണോ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? അത് സെലക്ട് ചെയ്താൽ എന്റെ ഹബീബിന് ഇഷ്ടമുള്ളതല്ല. അപ്പോഴാണ് ഒരു യുവാവ് സ്വന്തത്തോട് ചോദിക്കുന്നത്, എനിക്ക് ഇഷ്ടം എന്റെ നബിയെയാണോ, എന്റെ താല്പര്യമാണോ? എന്റെ താല്പര്യം അങ്ങോട്ട് മാറ്റിവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം സ്വീകരിക്കുക. അപ്പോഴാണ് ഞാൻ ശരിയായ മുഅ്മിനാവുക. ഇനിയൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഇന്ന് എവിടെയാണ്? നമ്മൾ നമ്മുടെ താല്പര്യങ്ങളുടെ പിറകിലാണോ സഞ്ചരിക്കുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾക്കാണോ പരിഗണന നൽകുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, മാതാക്കളുണ്ട്, കലാലയങ്ങളിൽ പഠിക്കുന്ന സഹോദരിമാരുണ്ട്. മക്കളെ, സഹോദരിമാരെ, നമ്മുടെ താല്പര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യവും രണ്ട് വഴിക്കാകുമ്പോൾ, ഹബീബായ തങ്ങളുടെ താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ ശരിയായ ഒരു മുഹിബ്ബായി മാറുന്നത്. അതിനൊന്ന് റെഡിയാവണേ മോളെ.